ഇയാൾ ഈ സൂപ്പർമാർക്കറ്റ് മനഃപൂർവ്വം നഷ്ടത്തിലാക്കാൻ നോക്കി. അതിനായി അയാൾ കുറച്ച് വിചിത്ര സ്വഭാവക്കാരെ ജീവനക്കാരാക്കി. കയറാൻ $200 മെമ്പർഷിപ്പ് ഫീസും ഏർപ്പെടുത്തി. ഒരു വിചിത്ര വേഷവും കെട്ടിനിന്നു. ആരും വരില്ലെന്ന് കരുതിയെങ്കിലും ഒരു സമ്പന്നനായ ഷെയ്ഖ് അവിടെ എത്തുകയും മാനേജറുടെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടനായി $100 മില്യൺ നിക്ഷേപിക്കുകയും ചെയ്തു. സ്റ്റോർ ജയിക്കുമെന്ന് പേടിച്ച ചെയർമാൻ ഒരു സ്ത്രീയെ ചാരപ്പണിക്കയച്ചെങ്കിലും മാനേജർ അവളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒടുവിൽ സത്യം സമ്മതിച്ച അവൾക്ക് പക്ഷേ മാനേജറുടെ തനിനിറം അറിയില്ലായിരുന്നു. അടുത്ത ശ്രമമായി മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ സപ്ലയർമാർക്ക് 3 ഇരട്ടി പണം നൽകി അയാൾ കരാറൊപ്പിട്ടു. എന്നാൽ അതിലൊരാൾ പ്രശസ്ത രാജകുടുംബത്തിലെ ഷെഫിന്റെ കുടുംബമായിരുന്നു. അവരുടെ ഭക്ഷണം രുചിച്ച ജനങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയതോടെ 1 മാസത്തിനുള്ളിൽ അയാളുടെ പ്ലാൻ പാളി. അവസാന ശ്രമമെന്നോണം കള്ളത്തരങ്ങൾ തുറന്നുകാട്ടുന്ന ഒരു TV ഷോയിൽ വന്ന് തന്റെ സ്റ്റോറിലെ ചിക്കൻ ഓഫർ ഒരു തട്ടിപ്പാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. 6 ചിക്കന്റെ വിലയ്ക്ക് 8 പീസ് എന്ന് പരസ്യം നൽകി. യഥാർത്ഥത്തിൽ 6 ചിക്കൻ പല കഷണങ്ങളാക്കി കബളിപ്പിക്കുകയായിരുന്നു എന്ന് അയാൾ വാദിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കണക്കുകൂട്ടിയിട്ട് 6 ചിക്കന്റെ വിലയ്ക്ക് 7 ചിക്കന്റെ അളവ് കിട്ടുന്നത് ലാഭമാണെന്ന് പറഞ്ഞതോടെ കാണികൾ കൈയടിച്ചു. പിറ്റേന്ന് പത്രങ്ങൾ അയാളെ നൂറ്റാണ്ടിലെ ഏറ്റവും സത്യസന്ധനായ വ്യവസായി എന്ന് പുകഴ്ത്തിയപ്പോൾ എവിടെയാണ് പിഴച്ചതെന്ന് മനസ്സിലാകാതെ അയാൾ അന്തം വിട്ടുനിന്നു.